അലർജിയുള്ള ആളുകൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അലർജിയുള്ള ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ ഈ തല കുളിക്കുന്നത് വഴി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. തലയ്ക്ക് കൂടുതൽ തണുപ്പുണ്ടാവാനും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടാനും അത് കാരണമാവുന്നുണ്ട്. ശരീരം കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, തലകുളി കഴിയുന്നതും ആ സമയങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും നന്നായിട്ട് കുളിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ ഒരു 10 മണി വരെയാണ്. വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ക്ലോസ് കോൺടാക്ട്സ് കഴിയുന്നതും ഈ അലർജിയുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം അവരുടെ രോമമൊക്കെ ഇവർക്ക് വളരെയധികം അലർജി ട്രിഗർ ചെയ്യാൻ കാരണമാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ പെറ്റ്സിനെ റൂമിൽ അലോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ചില സമയങ്ങളിൽ ഈ പൂമ്പൊടിയൊക്കെ ഉണ്ടാവുന്ന സീസൺ ഉണ്ടാവും. നമ്മൾ ആ സമയങ്ങളിൽ കൂടുതലായിട്ട് തുമ്മലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ സീസണൽ അലർജി എന്നാണ് പറയുന്നത്. ആ സമയത്ത് കഴിയുന്നതും വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്പിളി പുതപ്പുകളും അതുപോലെ കുട്ടികൾക്ക് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ടോയ്സും കൊടുക്കാറുണ്ട്. ഇതിലൊക്കെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റൂമിൽ വെച്ചിട്ടുള്ള ഷെൽഫുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളതാണെങ്കിൽ അത് എന്തായാലും ക്ലോസ് ചെയ്യുക. അതിനകത്തൊക്കെ പൊടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് റൂമിൽ നിന്ന് എടുത്തു മാറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ നമ്മൾ അഗർബത്തി അതുപോലെ കൊതുക് തിരി, റൂം ഫ്രഷ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതും കഴിയുന്നതും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതൊക്കെ അലർജി കുട്ടികളിൽ ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ പ്രോപ്പർ ടൈമിൽ AC-യുടെ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ അലർജി നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.